പിള്ളേര് പറഞ്ഞ നേരമല്ലോ കാലമാണ് വാള് കൊണ്ടാണല്ലോ വരുന്നത്. ഞാൻ തുറക്കൂല പട്ടി. പോയിന്റഡ് അല്ലാത്ത ആക്ഷേപം പറഞ്ഞ് മുഖ്യമന്ത്രി വി ഡി സതീശനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അപഹാസ്യമാകുന്നത് ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലെ. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി എന്താണ് മാഫിയക്കാരെ സഹായിക്കുന്ന നിലപാടെടുത്തോ, നിയമപരമായി സംഘടനാപരമായി നടപടിയെടുത്തു, പിന്നെ എന്താണ് ഇവരുടെ പ്രശ്നം? അവന് കൊടുക്കാനുള്ളത് ഇങ്ങ് തന്നാ മതി. ഞാൻ പറയാം, പോയിന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് ലഹരി വിരുദ്ധ ജാഥ നയിച്ച ആളാണ്. ഇങ്ങനെയല്ലേ ജാഥ വിളിക്കുന്നത്? ആ ലഹരി വിരുദ്ധ ജാഥയുടെ പതാക കൈമാറിയത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട അങ്ങനെയല്ല, അറിയാതെയല്ല. മറ്റൊരു കാര്യം, അങ്ങനെ പറയരുത്, കഴിക്കൂ. അങ്ങനെ പറയും, കഴിക്കില്ല. ജില്ലയിലെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാണ്, എന്താണ് ഇതിൽ കൂടുതൽ അന്വേഷിക്കാനുള്ളത് എന്നാണ്. ഏതായി വിവരദോഷി? എന്താണ് അന്വേഷിക്കാനുള്ളത് എന്ന് ജിൻഡോ എങ്ങനെയാ പറയാ? ഇത് ഞാൻ പൊളിക്കും. കാര്യം നമ്മൾ നാറികളാണെങ്കിലും ഇത്തവണ ന്യായം നമ്മുടെ പക്ഷത്താണ്. 7 ജില്ലയിൽ സംബന്ധിച്ച് എത്ര വർഷമായി ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഇതൊക്കെ അന്വേഷിക്കണ്ടേ? അല്ലേ? ആയിക്കോട്ടെ, അതും വേണല്ലോ. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, അതും വേണല്ലോ. ഞാൻ ചോദിക്കുന്നത് സനോജ്, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. ഞാൻ ചോദിക്കണ്ടേ സനോജ്, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട MLA ആയിട്ട് LDF-ന്റെ ആവശ്യമാണോ, CPM-ന്റെ ആവശ്യമാണോ? ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷിക്കണം. എന്താണ് നിങ്ങളുടെ ആവശ്യം? നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. അതൊക്കെ പറ, ഞാൻ ഒരു വക്കീലാണ്. ഞാൻ എവിടുത്തെ വക്കീലാണോ? സർക്കാരിന്റെ അധികാരത്തിന്റെ തണലിൽ ഏതെങ്കിലും രീതിയിലുള്ള കായംകുളത്തെ MLA ആയിരുന്ന പ്രതിഭയുടെ മകൻ കഴിവിന് കിട്ടിയ പ്രൊട്ടക്ഷൻ, അതുപോലെ സ്വർണ്ണക്കടത്തിൽ തട്ടിപ്പിൽപ്പെട്ട ആളുകൾക്ക് കിട്ടിയ പ്രൊട്ടക്ഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ആക്ഷേപം എന്താണ്? അതൊന്നും അങ്ങനെ അംഗീകരിച്ചു വിടാൻ വേണ്ടി പിടിക്കപ്പെട്ട കഞ്ചാവ് കേസിലെ പ്രതി കഴിവിനെ രക്ഷിച്ച അന്വേഷിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റിയ നിങ്ങൾ ചെയ്യുന്നത്. സനോജ് എവിടെയായിരുന്നു? ചെയ്യുന്നത് നിങ്ങൾ നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അങ്ങോട്ട് പോയിക്കോളി, ബാക്കെടുത്തോളി, പോയിക്കോളി, വീട്ടിൽ പോയിക്കോളി. ശരി.